മഴക്കെടുതിയിൽ വൻ നാശനഷ്ടം. രാവിലെ മുതൽ പെയ്യുന്ന കനത്ത മഴയിൽ എറണാകുളം, കോട്ടയം ജില്ലകളിൽ വ്യാപക നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ ദുരിതം സമ്മാനിച്ചത്. പെരുമഴയിൽ കൊച്ചിയിൽ വീണ്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കൊച്ചി നഗരസഭാ മേഖലയിലും തൃക്കാക്കര, കളമശ്ശേരി, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റികളിലുമുള്ളവരെയാണ് മഴ ഏറെ ബാധിച്ചത്. എറണാകുളം ബൈപ്പാസിലടക്കം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. കൊച്ചി ഇൻഫോ പാർക്കിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് IT സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയത്തെത്താനായില്ല. നഗരത്തോട് ചേർന്ന താഴ്ന്ന മേഖലകളിലെ വീടുകളിലും വെള്ളം കയറി. എറണാകുളം ജില്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുകയാണ്. കോട്ടയം, ഭരണങ്ങാനം, ഇടമറുക്, ചൊക്കല്ലു ഭാഗത്ത് ഉരുൾപൊട്ടലിൽ 7 വീടുകൾ തകർന്നു. മീനച്ചിൽ താലൂക്കിലെ മലയോര മേഖലകളിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലും മലയോര മേഖലയിലും ശക്തമായ മഴ തുടരുകയാണ്. ശക്തമായ മഴ കണക്കിലെടുത്ത് കോട്ടയം ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ജില്ലയിലെ മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഗമൺ റോഡിലെ രാത്രിയാത്രയ്ക്കും നിരോധനമുണ്ട്. മീനച്ചിലാറിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഇരുകരകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് അപ്രതീക്ഷിതമായി പെയ്ത കനത്ത മഴയിൽ 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ശക്തമായ മഴയിലും കാറ്റിലും വീട്ടുമുറ്റത്ത് നിന്ന തെങ്ങ് ദേഹത്തേക്ക് വീണ് യുവാവ് മരിച്ചു. ആലപ്പുഴ കുളങ്ങര ധർമ്മപാലന്റെ മകൻ അരവിന്ദാണ് മരിച്ചത്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. 5 തെങ്ങ് സ്വദേശി എബ്രഹാമാണ് മരിച്ചത്. എറണാകുളം വെങ്ങൂരിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ മുങ്ങി മരിച്ചു. ഐക്കരക്കുടി ഷൈബിന്റെ മകൻ എൽദൂസ് ആണ് മരിച്ചത്. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി പാറേക്കാട്ടിൽ ഷോൺസി ജാക്സൺ 12 ആണ് മരിച്ചത്. ഇന്നലെ രാവിലെ മുതലാണ് കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതെയായത്. തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലസ്ഥാനത്തും സ്ഥിതി വിപരീതമല്ല. തിരുവനന്തപുരം നഗരത്തിൽ പലയിടത്തും ഇന്നലെ മുതൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. നഗരമേഖലകളിലടക്കം വെള്ളക്കെട്ട് തുടരുകയാണ്. നെടുമങ്ങാട്, വെമ്പായത്തും കാട്ടാക്കടയിലും വീടുകളിലും വെള്ളം കയറി. കൊല്ലത്തും സമാനമാണ് സ്ഥിതി. കല്ലുവാതക്കൽ, കരിക്കോട്, ചാത്തന്നൂർ, കുരീപ്പുഴ ഭാഗങ്ങളിൽ കടകളിലും വീടുകളിലും വെള്ളം കയറി. ഹൈവേയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ശക്തമായ മഴ കണക്കിലെടുത്ത് പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം വീണ്ടും അടച്ചു. കാലവർഷപ്പെയ്ത്ത് തുടങ്ങിയത് കണക്കിലെടുത്ത് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായി റവന്യൂ മന്ത്രി അറിയിച്ചു. മഴ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഈ ജില്ലകളിൽ റെഡ് അലേർട്ട് ആയിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഈ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കുന്നതിനാണ് അതിതീവ്രമായ മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.